എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടെസ്റ്റിംഗിലെ ഗ്രൂപ്പിംഗ് എന്ന കൺസെപ്റ്റ് ആണ്. TestNG allows you to group test cases into groups like smoke, sanity, and regression. Later, these groups can be run using TestNG.xml file while including the groups. അതായത് TestNG യൂസ് ചെയ്ത് ടെസ്റ്റ് കേസസ് ഗ്രൂപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് ടെസ്റ്റ് കേസുകളെ സ്മോക്ക്, സാനിറ്റി, റിഗ്രഷൻ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഗ്രൂപ്പ്സ് TestNG.xml ഫയലിനകത്ത് മെൻഷൻ ചെയ്ത് ഓരോ ഗ്രൂപ്പ്സും സെപ്പറേറ്റ് ചെയ്ത് റൺ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോവാം. ഞാൻ എക്ലിപ്സ് ഐ ഡി ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ഓൾറെഡി SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് ഫോൾഡറിനകത്ത് com.testng.grouping ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാക്കേജിനകത്ത് ഗ്രൂപ്പിംഗ് ഒരു ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ്സിനകത്ത് ടെസ്റ്റ് 1 തൊട്ട് ടെസ്റ്റ് 6 വരെയുള്ള ടെസ്റ്റ് മെത്തേഡ്സ് ഉണ്ട്. ഓരോ മെത്തേഡും അതത് മെത്തേഡ് നെയിം കൺസോളിൽ പ്രിന്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഓരോ ടെസ്റ്റ് മെത്തേഡ്സിനെയും ഗ്രൂപ്പിങ്ങിന്റെ ഭാഗമാക്കേണ്ടതായിട്ടുണ്ട്. ഗ്രൂപ്പ്സ് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യേണ്ടത് ഗ്രൂപ്പ് എന്നൊരു ആട്രിബ്യൂട്ട് ആണ്. അതെങ്ങനെ ആഡ് ചെയ്യും നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് കേസിന് ഗ്രൂപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. സെക്കൻഡിന് ആഡ് ചെയ്യുന്നു. തേർഡിന് ആഡ് ചെയ്യുന്നു. ഫോർത്തിന് ആഡ് ചെയ്യുന്നു. ഫിഫ്ത്തിന് ആഡ് ചെയ്യുന്നു. ലാസ്റ്റ് ടെസ്റ്റ് കേസ് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ല. അതിനുശേഷം ഞാൻ ഫയൽ സേവ് ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് മെത്തേഡ് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സിന്റെ ഭാഗമാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിന്റാക്സ് ഫോളോ ചെയ്യുക. സിംഗിൾ ഗ്രൂപ്പിന്റെ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിന്റാക്സും കറക്റ്റ് ആണ്. അതായത് ഇവിടെ ഒരു കേർലി ബ്രേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടില്ല. അതുപോലെ കേർലി ബ്രേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സിന്റെ ഭാഗമാക്കണം എന്നുണ്ടെങ്കിൽ ഈ കേർലി ബ്രേസ് മസ്റ്റ് ആണ്. ഇനി നമുക്ക് ടെസ്റ്റ് കേസുകൾ ഗ്രൂപ്പിംഗിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ റൺ ചെയ്യാൻ നോക്കാം. ഞാൻ ഓൾറെഡി ഈ ക്ലാസ് റൺ ചെയ്യാൻ വേണ്ടിയുള്ള TestNG grouping.xml എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ സ്മോക്ക് ടെസ്റ്റ് കേസസ് എങ്ങനെ റൺ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു പാർട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടെസ്റ്റ് എന്ന ടാഗിന്റെ അകത്താണ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്. ആദ്യമേ ഗ്രൂപ്പ് എന്നൊരു ടാഗ് ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ അകത്ത് റൺ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ആ റൺ ടാഗിന്റെ അകത്ത് ഏത് പർട്ടിക്കുലർ ഗ്രൂപ്പാണ് റൺ ചെയ്യേണ്ടത് അത് ഇൻക്ലൂഡ് എന്ന ടാഗിനകത്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്മോക്ക് എന്ന ഗ്രൂപ്പാണ്. അപ്പോൾ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ക്ലാസ് ഫയൽ റൺ ചെയ്യാം. സോറി, ക്ലാസ് ഫയൽ അല്ല, ഈ പർട്ടിക്കുലർ XML ഫയലാണ് റൺ ചെയ്യേണ്ടത്. കാരണം ഗ്രൂപ്പിംഗ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ക്ലാസ് ഫയൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടെസ്റ്റ് കേസും റൺ ആവും. നമ്മൾ ഓരോ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലാണ് റൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം TestNG.xml ഫയലാണ് റൺ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഗ്രൂപ്പ് റൺ ചെയ്യേണ്ടത് ഏതാണെന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG suite. ടെസ്റ്റ് 1, ടെസ്റ്റ് 3, ടെസ്റ്റ് 4 ഈ 3 ടെസ്റ്റ് മെത്തേഡ്സ് ആണ് സ്മോക്ക് എന്ന ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് റൺ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ടെസ്റ്റ് 1 സ്മോക്കിന്റെ ഭാഗമാണ്. ടെസ്റ്റ് 3 സ്മോക്കിന്റെ ഭാഗമാണ്. ടെസ്റ്റ് 4 സ്മോക്കിന്റെ ഭാഗമാണ്. ഇനി നമുക്ക് റൺ ചെയ്യേണ്ടത് സാനിറ്റിയുടെ ഭാഗമായിട്ടുള്ള ടെസ്റ്റ് കേസുകളാണ്. അതിനുവേണ്ടി സ്മോക്ക് എന്നുള്ള മാറ്റി ഞാൻ സാനിറ്റി ആക്കുന്നു. നമുക്ക് സാനിറ്റിയിലെ ടെസ്റ്റ് കേസസ് മാത്രം റൺ ചെയ്താൽ മതി. അതുകൊണ്ട് നമുക്ക് സ്മോക്ക് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എക്സ്ക്ലൂഡ് എന്ന ടാഗ് യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ XML ഫയൽ റൺ ചെയ്യാം. അപ്പോൾ സാനിറ്റി ടെസ്റ്റ് കേസ് മാത്രമാണ് എക്സ്ക്ലൂഡ് ആകാൻ പോകുന്നത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG suite. ടെസ്റ്റ് 2 എന്നുള്ള പർട്ടിക്കുലർ മെത്തേഡ് മാത്രമാണ് റൺ ആയിരിക്കുന്നത്. ടെസ്റ്റ് 2 മാത്രമാണ് സാനിറ്റിയുടെ ഭാഗമായിട്ടുള്ളത്. ഇനി റെഗ്രഷന്റെ ഭാഗമായിട്ടുള്ള ടെസ്റ്റ് കേസുകൾ എങ്ങനെ റൺ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ സാനിറ്റിയും എക്സ്ക്ലൂഡ് ചെയ്യുവാണ്. എക്സ്ക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ടാഗ് കോപ്പി ചെയ്യാം. അതിനുശേഷം ഇവിടെ റിഗ്രഷൻ കൊടുക്കുക. സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക.
അതിനുശേഷം ഇത് എക്സ്ക്ലൂഡ് ആക്കുന്നു. അതിനുശേഷം ഫയൽ റൺ ചെയ്യാൻ പോവാണ്. റൺ ആസ് TestNG ടെസ്റ്റ് 5 റൺ ആയിട്ടുണ്ട്. ടെസ്റ്റ് 5 റിഗ്രഷന്റെ ഭാഗമാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് കസ്റ്റം അല്ലെങ്കിൽ മെറ്റാ ഗ്രൂപ്പ്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നുള്ളതാണ്. അതായത് നമുക്ക് കസ്റ്റം ഗ്രൂപ്പ്സ് ഈ XML ഫയലിനകത്ത് മെൻഷൻ ചെയ്യാൻ പറ്റും. അതായത് സ്മോക്കിന്റെ സാനിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു കസ്റ്റം ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്തിട്ട് ആ ഗ്രൂപ്പിനെ നമുക്ക് ഇവിടെ കോൾ ചെയ്യാൻ പറ്റും റൺ എന്ന ടാഗിന്റെ അകത്ത്. അതെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു പാർട്ട് കോപ്പി ചെയ്യുവാണ്. ഗ്രൂപ്പ്സ് എന്ന സെക്ഷന്റെ അകത്താണ് അത് കൊടുക്കേണ്ടത്. ഡിഫൈൻ എന്ന ടാഗ് യൂസ് ചെയ്യുക. അതിനുശേഷം ആ ടാഗിന് നെയിം ആട്രിബ്യൂട്ട് ഉണ്ട്, അതിനൊരു പേര് കൊടുക്കുക. ആ ഡിഫൈൻ എന്ന ടാഗിന്റെ അകത്ത് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പിന്റെ പേരുകൾ മെൻഷൻ ചെയ്യുക. ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്മോക്ക് സാനിറ്റി ആണ്. അതിനുശേഷം റൺ എന്ന ടാഗിന്റെ അകത്ത് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടെസ്റ്റ് കേസുകൾ ആ കസ്റ്റം ഗ്രൂപ്പിന്റെ പേര് ഉൾപ്പെടുന്ന ആ കറക്റ്റ് നെയിം അതേപോലെ തന്നെ കൊടുക്കുക. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന കസ്റ്റം ഗ്രൂപ്പിന്റെ പേര് ഓൾ എന്നാണ്. ആ പേര് തന്നെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുക. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുക. അപ്പം ഈ XML ഫയൽ റൺ ചെയ്യുമ്പോൾ റൺ ആകുന്ന ടെസ്റ്റ് കേസുകൾ സ്മോക്കിന്റെയും സാനിറ്റിയുടെയും പാർട്ടായിട്ടുള്ള ടെസ്റ്റ് കേസുകളാണ്. ഇത് കറക്റ്റായിട്ട് റൺ ആകുന്നതുകൊണ്ട് നമുക്ക് വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG. ടെസ്റ്റ് 1, 2, 3, 4 4 ടെസ്റ്റ് കേസുകൾ റൺ ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. ടെസ്റ്റ് 1 സ്മോക്കിന്റെ ഭാഗമാണ്. ടെസ്റ്റ് 2 സാനിറ്റിയുടെ ഭാഗമാണ്. ടെസ്റ്റ് 3 സ്മോക്കിന്റെയും സാനിറ്റിയുടെയും ഭാഗമാണ്. ടെസ്റ്റ് 4 സ്മോക്കിന്റെ ഭാഗമാണ്. പിന്നെയുള്ള ടെസ്റ്റ് കേസ് ഒന്ന് റിഗ്രഷന്റെ ഒരു ടെസ്റ്റ് കേസിന് ഒരു ഗ്രൂപ്പും നമ്മൾ കൊടുത്തിട്ടുമില്ല. അപ്പൊ കറക്റ്റായിട്ട് അത് വർക്ക് ആകുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട കൺസെപ്റ്റ് റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്ത് എങ്ങനെ ടെസ്റ്റ് കേസുകൾ റൺ ചെയ്യും എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഞാൻ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു പർട്ടിക്കുലർ കോപ്പി ചെയ്ത വാല്യൂ ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ ടെസ്റ്റ് കേസിനെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രം റൺ ചെയ്യുന്ന ഒരു ടെസ്റ്റ് കേസ് ആക്കി ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. വിൻഡോസ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ സ്മോക്ക് ടെസ്റ്റ് കേസിനെ ഭാഗമാക്കി മാറ്റി. അതുപോലെ ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കേസിലും അത് ചേഞ്ച് വരുത്തി. ഇത് ഞാൻ വിൻഡോസ് ഡോട്ട് സ്മോക്ക് എന്നുള്ളത് റിഗ്രഷൻ ആക്കി മാറ്റി. ഇനി നമുക്ക് റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്ത് ടെസ്റ്റ് 5 എന്ന ടെസ്റ്റ് കേസും ടെസ്റ്റ് 2 എന്ന ടെസ്റ്റ് കേസും എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു ഡിഫൈൻ ടാഗ് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ഇൻക്ലൂഡ് നെയിം ഈക്വൽ ടു എന്ന ടാഗിന്റെ അകത്ത് വിൻഡോസ് ഡോട്ട് റെഗുലർ എക്സ്പ്രഷൻ ആയ സ്റ്റാർ യൂസ് ചെയ്യുവാണ്. അപ്പം വിൻഡോസ് ഡോട്ട് കഴിഞ്ഞുള്ള ഏതൊക്കെ ടെക്സ്റ്റ് ഉള്ള ഫയലാണേലും എക്സിക്യൂട്ട് ആവും. അപ്പം റൺ ആകാൻ പോകുന്നത് വിൻഡോസ് ഡോട്ട് സ്മോക്കും വിൻഡോസ് ഡോട്ട് റിഗ്രഷനുമാണ്. അതായത് ടെസ്റ്റ് മെത്തേഡ് ടെസ്റ്റ് 5 എന്നുള്ളതും അതുപോലെ ടെസ്റ്റ് മെത്തേഡ് ടെസ്റ്റ് 2 എന്നുള്ള രണ്ട് ടെസ്റ്റ് കേസുകളായിരിക്കും എക്സിക്യൂട്ട് ആകാൻ പോകുന്നത്. സ്പെല്ലിംഗ് കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫയൽ സേവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇനി നമുക്ക് റൺ ചെയ്യാം. ഫയൽ ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ടെസ്റ്റ് 2 ടെസ്റ്റ് 5 റൺ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്ത് ഈസി ആയിട്ട് റൺ ചെയ്യുന്നത്. ഇനി നോക്കാനുള്ള കൺസെപ്റ്റ് എങ്ങനെ ക്ലാസ് ലെവലിൽ ഗ്രൂപ്പിംഗ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യും. ഞാൻ ഈ പർട്ടിക്കുലർ ഗ്രൂപ്പ്സ് കോപ്പി ചെയ്യുന്നു.
അതിനുശേഷം ഗ്രൂപ്പിംഗ് എന്ന ക്ലാസ്സിനകത്ത് ക്ലാസ് ലെവലിനകത്ത് അത് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ടെസ്റ്റ് ടാഗ് കൊടുക്കണം. അതിനുശേഷം പേസ്റ്റ് ചെയ്യുക. അപ്പം ഈ ക്ലാസ്സിലെ എല്ലാ ടെസ്റ്റ് മെത്തേഡ്സും ടെസ്റ്റ് 1 തൊട്ട് ടെസ്റ്റ് 6 വരെയുള്ള ടെസ്റ്റ് മെത്തേഡ്സും ഈ പർട്ടിക്കുലർ ഓൾ ടെസ്റ്റ്സ് എന്നുള്ള ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രൂപ്പ് testng.xml ഫയലിൽ മെൻഷൻ ചെയ്യാം. അപ്പം ഇനി റൺ ചെയ്യുമ്പോൾ ഈ ക്ലാസ്സിലെ 6 ടെസ്റ്റ് മെത്തേഡ്സും റൺ ആകണം. കാരണം ഇവിടെ ഗ്രൂപ്പ് കൊടുത്തിട്ടില്ലെങ്കിലും ഈ പർട്ടിക്കുലർ മെത്തേഡിന് ഗ്രൂപ്പ് നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ക്ലാസ്സിന്റെ മുകളിൽ നമ്മൾ ഗ്രൂപ്പ് മെൻഷൻ ചെയ്തതുകൊണ്ട് ഓൾ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് ടെസ്റ്റ് 6 എന്ന മെത്തേഡും മാറും. അപ്പോൾ ടെസ്റ്റ് 1 തൊട്ട് ടെസ്റ്റ് 6 വരെയുള്ള മെത്തേഡ്സിന്റെ പേര് കൺസോളിൽ പ്രിന്റ് ചെയ്ത് വരണം. നമുക്കത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG സ്യൂട്ട്. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ടെസ്റ്റ് 1 തൊട്ട് ടെസ്റ്റ് 6 വരെയുള്ള മെത്തേഡ്സ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് TestNGയിലെ ഗ്രൂപ്പിംഗ് എന്ന കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.